നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ് ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഫൈനലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു കേട്ടോ. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഹോൾ വീഡിയോസ് ഞാൻ ചെയ്യണത്. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയായിട്ട് തോന്നുന്നു എന്നുള്ളത് പറയാട്ടോ. ആൻഡ് നിങ്ങൾ ഓൾറെഡി മേടിച്ചൊക്കെ കഴിഞ്ഞോ? ലെറ്റ് വീഡിയോ ഇൻ ദ കമന്റ്സ്. നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഹോൾ വീഡിയോസിൽ കാണിച്ചേക്കണതും മേടിച്ചേക്കണത് അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. യെസ്, ഇതിന് മുന്നേ ഞാൻ വേറെ ക്രിസ്മസ് ഹോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കാണാത്തവർ വേഗം പോയി കാണാൻ ഓർഡർ പ്ലേസ് ചെയ്യുക. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും അല്ലെങ്കിൽ എല്ലാം ഞാൻ പർച്ചേസ് ചെയ്ത് മീഷോ ബൈ ഞാൻ പറഞ്ഞില്ല അല്ലെ ഇന്നത്തെ ഹോൾ വീഡിയോ എന്താണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യൂട്ട് ഐറ്റംസ് ആണ് എല്ലാം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പറയാൻ പറ്റാൻ എന്തെന്നാണെന്നുള്ളത്. അപ്പൊ അതിനകത്ത് ജംപ് സൂട്ട്സ് ഉണ്ട്, അതിനകത്ത് ഡങ്കറി ഡ്രസ്സസ് ഉണ്ട്, നോർമൽ ഡ്രസ് ഉണ്ട്, ക്യൂട്ട് സ്കേർട്സ്, അങ്ങനത്തെ ആയിട്ടുള്ള ഒരു നമ്മുടെ കാറ്റഗറി ആണ്. എന്നിട്ട് ഫുൾ ക്യൂട്ടി വൈബാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതായിട്ട് എല്ലാം ഞാൻ പറഞ്ഞ പോലെ മീഷോ അതാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ നേരെ വൈകിട്ട് നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര പ്രിട്ടി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് ആ ചകിരി മുടിയായിട്ടാണ് പോകാൻ പോണത്. നോ, ഞാൻ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള 3 ഹെയർ മാസ്ക് പറഞ്ഞു തരാം. ഇത് ശ്രദ്ധയിൽ വെച്ചാൽ മതി. നിങ്ങളുടെ മുടിയുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ സംഭവമാണ് നിങ്ങളുടെ മുടി മുട്ടും ഷൈനി. അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു ബി ബ്ലണ്ടിന്റെ ഇന്റൻസ് ഷൈൻ ഹെയർ മാസ്ക്. സോ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് റൈസ് ആൻഡ് സിൽക്ക് പ്രോട്ടീൻ. ഇതിനകത്തുള്ള റൈസ് കാരണം നമ്മുടെ മുടി റൂട്ട് ടു എൻഡ് വരെ നല്ല സ്ട്രോങ് ആവുന്നതാണ്, ഷൈനി ആവുന്നതാണ് ആൻഡ് നല്ല സ്മൂത്ത് ആവുന്നതാണ്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള പി പ്രോട്ടീൻ കാരണം നമ്മുടെ മുടിമുള്ള ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഹെയർ ബ്രേക്കേജ് ഉണ്ടാവൂല ആൻഡ് മുടി നല്ല സ്മൂത്ത് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണം. അതാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് ഷൈൻ ടോണിക്. അത് കാരണം നമ്മുടെ മുടി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഷൈൻ നിങ്ങളുടെ മുടിയുമ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത നിങ്ങൾക്ക് കാണാം. അപ്പൊ ഒരു 10 മിനിറ്റ് അണ്ടറിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഹെയർ സ്പാ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഹെയർ ലോക്സ് നല്ല നറിഷ്ഡ് ആവുന്നതാണ്. ആൻഡ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ മുടി നല്ല മാനേജബിൾ ആവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ എത്രാമത്തെ പർച്ചേസ് ആണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഒരു ബി ബ്ലണ്ടിന്റെ സലോൺ ലൈഫ് ഹെയർ സ്പാ ആയിട്ടുള്ള ഇന്റൻസ് മോയ്സ്ചർ ഹീറ്റ് ഹെയർ സ്പാ മാസ്ക്. ഗായ്സ്, ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് ഈ സലൂണിൽ പോയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജസ്റ്റ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിൽ വീട്ടിൽ തന്നെ അവനവന്റെ സൗകര്യത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. ഷാമ്പൂ കണ്ടീഷണറിന് ശേഷം ഈ ഒരു ക്രീം നന്നായിട്ട് ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ, എന്നിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് ഈ ഒരു ഹീറ്റിംഗ് ക്യാപ്പ് ഇല്ലേ അതിൽ നന്നായിട്ട് ഹെഡും അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 to 3 minutes വരെ ക്യാപ്പിന്റെ മുകളിൽ കൂടെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചൂടുണ്ടാവില്ല, നന്നായിട്ട് മുടിയിലേക്ക് അങ്ങോട്ട് പെനട്രേറ്റ് ആവും. ആൻഡ് ആ പെനട്രേഷൻ കാരണം ഈ ഒരു ക്രീമിന്റെ ആ ഒരു നറിഷ്മെന്റ് ഇല്ല നമ്മുടെ ഹെയർ ലെങ്ത്തിലേക്ക് ഡീപ്ലി പോണതാണ്. അപ്പൊ ഞാൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ഈ ഒരു ക്യാപ്പ് വെക്കണം. എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്യില്ലേ, തണുത്ത വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യട്ടോ ഫോർ ബെസ്റ്റ് റിസൾട്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ആ ഒരു മോയ്സ്ചർ നന്നായിട്ട് മുടിയുമ്പോൾ ലോക്ക് ആവുന്നതാണ്. ഹെയർ മാസ്ക് അടങ്ങിയിട്ടുള്ളതാണ് ഹോഹോബ ഓയിൽ. അത് വെച്ചിട്ട് മുടി നന്നായിട്ട് നറിഷ്ഡ് ആൻഡ് മോയ്സ്ചറൈസ് ആവുന്നതാണ്. മുടിയുമ്പോൾ നല്ല സ്ട്രെങ്ത് കിട്ടുന്നതാണ്. അതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ ഇ. അത് വെച്ചിട്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആവുന്നതാണ്, മാനേജബിൾ ആവുന്നതാണ്, മുടിക്ക് നല്ല ബൂസ്റ്റ് ഓഫ് ഹൈഡ്രേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലായിട്ട് യൂസ് ചെയ്യാം. ട്രാവലിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുനടക്കാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നായിട്ടുള്ള ഒരു സലോൺ ഫീൽ കിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ റെഗുലർ ബേസിൽ എപ്പോ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഷാമ്പൂ കണ്ടീഷണറിന് ശേഷം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഷാമ്പൂന് ശേഷം കണ്ടീഷണറിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ആ ഒരു മാസ്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുടി എപ്പോഴും അങ്ങനെ എന്താ പറയാ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതേ സെയിം റേഞ്ചിലായിട്ടുള്ള എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ബി ബ്ലണ്ടിന്റെ ഇന്റൻസ് മോയ്സ്ചർ ഹെയർ മാസ്ക്. പ്രീമിയം ഹെയർ കെയർ ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് ബ്രാൻഡ് ആയിട്ടുള്ള ബി ബ്ലണ്ട് ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ അവരുടെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ അവരൊരു വിമനിലേക്ക് ലിങ്ക് ചെയ്തതാണ്. ആൻഡ് സംഭവ ഫൗണ്ടേഷന്റെ കൂടെ ചേർന്നുകൊണ്ട് 10,000 കണക്കിന് വിമൻ അക്രോസ് ദ നേഷനിൽ എംപവർ ചെയ്യണമെന്നാണ് അവരുടെ അമേസിംഗ് ഹെയർ മാസ്ക്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ 20% ഓഫ് കിട്ടാനായിട്ട് മേഘ 2023 എന്നുള്ള കൂപ്പൺ കോഡ് bblend.com പോയി അടിച്ചു കൊടുക്കുക. ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് നൈക്ക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് വേഗം നമ്മുടെ ഹോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഓർഡർ ചെയ്ത കളർ ഉണ്ടാവുന്നത്, പക്ഷെ വന്ന കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഈ ഒരു കളർ. ഇതിനിപ്പോ എന്ത് പറയുന്ന പറഞ്ഞൂടെ, പീച്ച് ആണോ ഡസ്റ്റി റോസ് ആണോ, ബട്ട് ലുക്ക് എന്ത് കളർ ഗൈസ്, എന്ത് രസം. സോ ഇതൊരു ജംപ് സൂട്ട് ആണ്, ഒരു പാർട്ടി ഫീൽ വരുത്താനായിട്ടുള്ള സെക്വൻ വർക്ക് ഉണ്ട്. അപ്പൊ ക്രിസ്മസ് പാർട്ടീസിനാണ് നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യാൻ പറ്റിയതാണ്. ആൻഡ് ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ വേസ്റ്റ് ലൈനിൽ ഇങ്ങനെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി. ആൻഡ് ഇതിന്റെ പാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാന്റ് താഴത്തേക്ക് ലോവർ ആവുന്നതോറും ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ് ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറയാം, നല്ല സ്റ്റൈലിഷ് അറ്റ് ദ സെയിം ടൈം നല്ല ഒരു പാർട്ടി കൈൻഡ് ഓഫ് ഒരു വൈബാണ്. നല്ലൊരു ഡ്രസ്സാണ്. ഇതിനകത്ത് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ക്രിസ്മസ് വൈബിൽ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എന്നെ പോലെ ഇതായിരിക്കും കിട്ടാൻ. ഇത് തന്നെ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ ഇതും മേടിക്കാം. ആക്ച്വലി എനിക്ക് റെഡ് ആൻഡ് ബ്ലാക്കിനെക്കാണ്ട് കൂടുതൽ ഹാപ്പി എനിക്ക് ഇത് വന്നതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ദ ഓൺലി ഡ്രോബാക്ക് ഈസ് ഇത് ഇത്രയും സെക്വൻ വർക്ക് ആയതുകൊണ്ട് എവിടെയും കണ്ടൊക്കെ എനിക്ക് അകത്ത് ഇച്ചിരി കുത്തിക്കൊള്ളുന്ന ഫീൽ വന്നു. ഈ ഒരു
സിബിന്റെ, കാരണം ഇത് സിബാണ്, പുറകെ ഒരു ലോങ് സിബാണ്, നമുക്ക് ഇതിൽ കയറണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പൊ സിബിന്റെ അവിടെ ആയിട്ട് അവരിങ്ങനെ മടക്കിയിട്ട് പിന്നെ തയ്ക്കുമല്ലോ അവിടെ ആയിട്ട് എവിടെ എങ്ങാണ്ടൊക്കെ സെക്കും ഇങ്ങനെ വരുന്നുണ്ട് പുറത്തേക്ക്, എങ്ങാണ്ടോ എവിടെയൊക്കെ പതുക്കെ ഒരു കുത്തലുണ്ടായിരുന്നു. അത്ര ഡിസ്കംഫർട്ട് അല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം റോൾ അടിക്കാനായിട്ട് കുറച്ച് സഹിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഇതന്നെ പ്രിഫർ ചെയ്യാം. സോ യെസ്, അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് ലാർജ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് വന്നത്. ഞാൻ ലാർജ് എടുത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും സൈസ് ചാർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാകും. യെസ്, ഇതിനകത്ത് ഒരു സൈസേ ഉള്ളൂ ലാർജ് എന്നുള്ളത് മാത്രം, അതുകൊണ്ടായിരിക്കും. അതിനകത്ത് വേറെ സൈസ് ഇല്ലേ ശരിക്കും? ഉണ്ട്, ഈ കളറിൽ വേറെ സൈസ് ഉണ്ട്. ഞാൻ മേടിച്ചത് ബ്ലാക്ക് ആൻഡ് റെഡ് ആയിരുന്നല്ലോ, അപ്പൊ അതിനകത്ത് ലാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലാർജ് ഓർഡർ. പക്ഷെ ലാർജ് തന്നെ എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ബിക്കോസ് ലാർജിലാണ് ഒരു സൈസ് വലുത് മേടിക്കുമ്പോഴാണ് നമുക്ക് ഈ ജംപ് സൂട്ട് ഡംഗ്രീസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കിടക്കാം, മനസ്സിലായ, കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവരും ഇടുന്നത്, ഒറ്റയടിക്ക് ഒരു ഇടലല്ലേ, അതുകൊണ്ട് അപ്പോൾ ഒരു സൈസ് നിങ്ങൾ വലുത് മേടിക്കാം, സൈസ് വലുത് മേടിക്കാം. പക്ഷെ എന്താ പറയാ, ലെറ്റർ വൈസ് സ്മോൾ മീഡിയം ലാർജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്മോൾ സൈസ് ആണെങ്കിൽ നിങ്ങൾ ലാർജ് മേടിക്കാം, അങ്ങനെ ആയിരിക്കണം കേട്ടോ. കാരണം നമ്പർ നോക്കുക, അതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഈ ലെറ്റർ നോക്കേ വേണ്ട. ചിലപ്പോൾ മനസ്സിലായ സ്മോളിൽ 34 ആയിരിക്കും കിടക്കുക, സ്മോളിൽ തന്നെ ചില സമയത്ത് 36 ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാൻ വേണ്ട. നിങ്ങൾ ജസ്റ്റ് നമ്പർ നോക്കുക, അതിന്റെ മുമ്പിൽ ഏതാണ് ലെറ്റർ അത് പോയി ഓർഡർ ചെയ്യുക, അങ്ങനെ നോക്കിയാൽ മതി. അതിനകത്ത് 2 സൈഡ് പോക്കറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ ആണ് ലിക്ര, ആൻഡ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര തണുക്കണ സീനും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല തിക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ആൻഡ് ഈ ഒരു തണുപ്പ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ റേറ്റ് ആണ് 795. നെക്സ്റ്റ് വേർഡ് അഗൈൻ ഒരു ജംപ് സൂട്ട് ആണ്. പക്ഷെ ഈ ഒരു ജംപ് സൂട്ട് ഗൈസ് ശരിക്കും മെയ്ഡ് ഫോർ ക്രിസ്മസ് എന്ന് തന്നെ പറയാട്ടോ. അതുപോലത്തെ കളേഴ്സ് അതിനകത്ത് യൂസ് ചെയ്തേക്കണം. ലുക്ക് അറ്റ് ദിസ്. യെസ് ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടത്തും ഇങ്ങനെ ഗ്രീൻ, ബ്ലാക്ക്, റെഡ്, ഇതാണ് മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് കളേഴ്സ് ഇട്ട്. ആ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ട്രീനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിക്കണം ഞാൻ, കാരണം ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ട് ഈ കളേഴ്സ് ആണ് ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടാണ്. അതെല്ലാം മിക്സ് നമുക്ക് ഒരു ജംപ് സൂട്ടിൽ കിട്ടുന്നതാണ്. സോ ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളൊരു ജംപ് സൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിന്റെ ഫിറ്റിംഗ് അമേസിംഗ് ആ ഗൈസ്. അതേ മേടിച്ച സൈസ് ലാർജ് ആണ്, എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതേ സൈസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. യെസ്, ഇതിനകത്ത് സൈസ് ചാർട്ട് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സ്മോൾ മീഡിയം ഒന്നും ഉണ്ടായിരുന്നില്ല. ലാർജ് തന്നെ എനിക്ക് മേടിക്കേണ്ടത്. പക്ഷെ ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആ ഗൈസ്, ഒരു രക്ഷയില്ലാത്തത്. ഇതിന്റെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അമേസിംഗ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ ക്രെപ്പ് ആയതുകൊണ്ട് ഒട്ടും അങ്ങനെ ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ആവില്ല. ബട്ട് നിങ്ങൾക്ക് തണുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. തണുപ്പായിട്ടുള്ള സ്ഥലത്താണ് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ അത്ര തണുപ്പൊന്നുമില്ല. പക്ഷെ വേറെ എടുത്ത് താമസിക്കണം, തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ അകത്ത് തെർമൽസ് ഇടാം. തെർമൽ കെമിസോൾ ആൻഡ് തെർമൽ ലെഗിൻസ്. അത് പേർച്ച നിങ്ങൾക്ക് തണുക്കോയില്ല, ഇതിട്ട് റോൾ അടിക്കാനും പറ്റിയതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ ഹൈനെക്ക് ആയിട്ടുള്ളതാണ്, വളരെ ലോങ് സിബ് ഉണ്ട് നമുക്ക് ഇത് ഇടാനായിട്ട്. ആൻഡ് ഇവിടെ പതുക്കെ ഒരു ചെറിയ ഓട്ടയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻഡ് ഇങ്ങനെ പതുക്കെ പഫി സ്ലീവ് ആയിട്ടുള്ള ആൻഡ് ഏറ്റവും അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓവറോൾ പ്രിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാം, ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഇതിന്റെ ഫിറ്റിംഗ് ആണ്. ഒരു രക്ഷയില്ല. ബിക്കോസ് ഇവിടെ നല്ല വേസ്റ്റ് ലൈൻ അത്യാവശ്യം ബ്രോഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് സിറ്റുവേഷൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതാണ് നല്ല രസമുണ്ട് ഗൈസ് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് ആണ് 461. നെക്സ്റ്റ് വൺ കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്രിസ്മസ് ഡ്രസ് ആണ്. അതാണ് ഈ ഒരു ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെനിം ജീൻസും ഡെനിമും കൂടെ ജെനിം ആയി പോയതാ. ഇതിങ്ങനെ നമ്മള് ബട്ടൺ ഇടണോണ്ട് ഇത് ഊരുമ്പോ എന്താ കൂടുതൽ കഷ്ടപ്പെടാണ്ടിരിക്കാൻ ഞാൻ വേഗം ബട്ടൺ ഊരിയതാണ്. ഇടുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല എന്താ പറയാ സ്ട്രെച്ചബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ. അതാണ് ആ ഒരു സീനില്ല കേട്ടോ. എന്താ കണ്ട മുകളിൽ ഈ ഒരു ഹുഡഡ് ആയിട്ടുള്ള പുള്ളോവറാണ് അവർ അറ്റാച്ച് ചെയ്തേക്കണം. അതുകൊണ്ട് നല്ല രസമുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്. കറക്റ്റ് എനിക്ക് ഫിറ്റിംഗ് അമേസിംഗ് ആയിട്ട് ഇരിപ്പുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിങ്ങനെ മോളിൽ നിന്ന് തന്നെ ഇടാനുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഈ ബട്ടൺസിന്റെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തേക്കണം. ഒട്ടേന്ന് യൂനോ കാണും. അല്ലെങ്കിൽ പിന്നെ അകത്ത് എന്തെങ്കിലും എന്താ പറയാ അത്യാവശ്യം കവറിങ് ആയിട്ടുള്ള കെമിസോളും പിന്നെ ഷോർട്സ് ഒക്കെ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അത് സ്റ്റിച്ച് കൊടുത്താൽ നമുക്ക് ഇടുന്ന ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഊരുകയും ചെയ്യാം. എന്റെ മണിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നത് ആദ്യം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ ഫിറ്റിംഗ് ഇരിക്കുന്നത്. ആൻഡ് മീഡിയമിൽ 38 കിടക്കണമായിട്ട് എനിക്ക് തോന്നി. കാരണം ഹുഡേഡും കൂടെ ആകുമ്പോൾ പിന്നെ ഈ ബട്ടൺസും കൂടെ ഉള്ളത് കൊണ്ട് ഞാനൊരു സൈസ് വലിയലേക്ക് തന്നെ പോയത്. കാരണം ഇതുപോലത്തെ എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സ് നാട്ടിലിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു സൈസ് വലുത് മേടിച്ചുകൊണ്ട് എനിക്കത് കറക്റ്റ് ആയിട്ട് വരുമായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു ബുദ്ധി കാണിച്ചതാണ്. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നു. ഇതിന്റെ മെറ്റീരിയൽ അറിയാലോ, ഡെനിമാണ്. അതിന്റെ റേറ്റ് ആണ് 530. പാന്റ് വെർഷൻ ആയിട്ടുള്ള ജംപ് സൂട്ട് ഡംഗ്രീസ് ഞാൻ കാണിച്ചില്ല. ഡ്രസ് വെർഷൻ ആയിട്ടുള്ളത് കാണിച്ചു തരാം. അതാണ് ഈ ഒരു പ്രിട്ടി ആയിട്ടുള്ള
എന്ത് രസം ഗൈസ്, ഇത് കളറായിട്ട് ഒരുമാതിരി സ്കൂൾ യൂണിഫോം തോന്നും. പക്ഷേ സ്കൂൾ യൂണിഫോം എന്നുള്ള ഒരു ഇതും വരില്ല. എന്നാൽ നമ്മൾ ആ ചെറുപ്പക്കാലത്ത് വല്ല പിള്ളേരുടെ ഒക്കെ ബർത്ത്ഡേ പാർട്ടീസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അമ്മമാർ ഇടിക്കണ ഉടുപ്പില്ല, അതുപോലെയൊക്കെ എനിക്ക് ഫീൽ നല്ല ക്യൂട്ടാ ഗൈസ്. ലുക്ക് അറ്റ് ദ കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് റെഡ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വള്ളിടി സംഭവമാണ്. ആ ഒരു എന്താ പറയാ ഡംഗ്രി ജംപ്സൂട്ട് ലുക്ക് വരുന്നത്. അപ്പൊ ആദ്യം എനിക്ക് തോന്നിയത് ഷർട്ട് വേറെ ഇത് വേറെ, അങ്ങനെയല്ല, ഇത് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് തലവരിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു എന്താ പറയാ അകത്ത് ഷർട്ടാകുമ്പോൾ ഇവിടുന്ന് വലിച്ചിടുക, അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവാറില്ലേ പുറത്തുനിന്ന് ഇങ്ങനെ ജംപ് സൂട്ട്സ് ഇടുമ്പോൾ. പക്ഷെ ഇതിനകത്ത് ആ ഒരു സീനേ ഇല്ല, ഇത് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. ആൻഡ് പഫി സ്ലീവ് ആണ്, വെരി വെരി ക്യൂട്ട്. ആൻഡ് കോളർ നെക്കാണ് ഒബ്വിയസ്ലി. ആൻഡ് ഇതിന്റെ വേസ്റ്റ് ലൈനുമ്പോൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ത്രോ എന്ന് പറഞ്ഞ് ലോഹയായിട്ട് കിടക്കൂല, അത്യാവശ്യം നല്ല ഫിഗറും കിട്ടണതാണ്. അതിനെ ഭയങ്കര ബോറിംഗ് ആക്കിയിട്ടില്ല കേട്ടോ. ഏറ്റവും അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ 1 സ്റ്റെപ്പ് റഫലും കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് കാണുമെന്ന് പറയാനില്ല. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. മേ ബി ഞാൻ സൈസ് ചാർട്ട് ഇല്ല, സൈസ് ചാർട്ട് ഇല്ല. ഞാനൊരു പൊട്ടൽ ലോട്ടറി എടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ ലോട്ടറി അടിക്കുകയും ചെയ്ത്. ആൻഡ് ഇതിന്റെ മറ്റീരിയൽ ക്രാപ്പാണ്, വളരെ ഫ്ലോയി വളരെ ഫെദറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂവൽ പോലത്തെ, ഒട്ടും വെയിറ്റ് ഇല്ലാത്തതാണ്. അപ്പൊ തണുക്കണ ഏരിയ ആകുമ്പോൾ ഞാൻ പറയണ്ടല്ലോ എന്തെയാണെന്ന്, അകത്തൊക്കെ പെയർ ചെയ്തേക്കാം. സോ യെസ്, ഇതിന്റെ റേറ്റ് ആണ് 375. അയ്യോ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. അതാണ് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ബോഡിക്കോൺ ഡ്രസ്. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ സ്കേർട്ടുമ്മ ഇങ്ങനെ ടോപ്പ് ഇൻസേർട്ട് ചെയ്ത പോലത്തെ ഒരു ലുക്കാണ്. ആക്ച്വലി എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണെന്നുള്ളത്. പക്ഷെ വന്നപ്പോൾ മനസ്സിലായി ഇതും അഗൈൻ ജോയിന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണെന്നുള്ളത്. എനിക്ക് എന്റെ കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത് ചെക്ക് ചെയ്തൊക്കെ നോക്കിക്കൂടെ? ഷെഡബിടെ ഓർഡർ ചെയ്യണതുകൊണ്ടാട്ടോ. കാരണം എത്രയോ ഐറ്റംസ് നോക്കിയിട്ട് അതറിയാം നിങ്ങൾക്ക്. അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്യണത്. ആൻഡ് അതൊക്കെ ഗ്രാബ് ചെയ്തിട്ട് മമ്മിക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് മമ്മി അവിടെ നിന്ന് എന്താ പറയാ ഗ്രാൻഡ് ഫിനാലെ നടത്തുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. സോ യെസ്, അപ്പോൾ ഇതിന്റെ ഇങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ടുള്ളതാണ്. ആൻഡ് നീ ടു കാഫ് ലെങ്ത്, ആ ഒരു ലെങ്ത് ആണ്. നല്ല പ്രിട്ടിയാ ശരിക്കും ഭയങ്കര ഒരു ക്രിസ്മസി വൈബ്. ആൻഡ് ഇതിന്റെ ഒരു എന്താ പറയാ വളരെ ക്ലോസ് ആയിട്ടുള്ള നെക്കാണ്. സോ അത്യാവശ്യം നല്ല ലേയേർഡ് ആയിട്ടുള്ള നെക്ലസ് ഇതിന്റെ എന്നുവെച്ചാൽ ഇതിന്റെ മോളിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഇതിന്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. എനിക്ക് കറക്റ്റ് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു സൈസ് വലുത് മേടിച്ചാൽ മതിയായിരുന്നു ആലോചിക്കണത്. ഇനിയിപ്പോൾ ഈ വെയിറ്റ് ലോസ് ജേർണി എന്തായാലും വേഗം തന്നെ തുടരുന്നതാണ്. വെയിറ്റ് ഗെയിൻ വരെ ഇവിടെ വരെ എത്തിയല്ലോ ഞാൻ. ഇനി എനിക്ക് വെയിറ്റ് ലോസ് ജേർണി തുടങ്ങണം. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് സൈസ് ചാർട്ടിലെ പൊട്ട സൈസാണ് കൊടുത്തേക്കണം. ഒക്കെ അതിനും 40 കൊടുത്തേക്കണം. മേ ബി എനിക്ക് അറിഞ്ഞുകൂടാട്ട, എല്ലാം സൈസ് ഇനി ഒരെണ്ണമാണ് ഇവർ വിൽക്കുന്നത്, അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് 40 സൈസ് അല്ല എന്തായാലും. 40 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്നാ ഭയങ്കര ലൂസായിട്ട് ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ അതല്ല കാര്യം, എനിക്ക് കറക്റ്റ് 36 എന്നുള്ള സൈസിലാണ് കിടക്കുന്നത്. മറ്റീരിയലാണ് ലിക്ര. ആൻഡ് ഇതിനകത്ത് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് പോലെ തന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ക്രിസ്മസ് ആണല്ലോ, അപ്പൊ അതിനകത്ത് ആ കളറും കൂടെ പറ്റുന്നതാണ്. ഇതിന്റെ റേറ്റ് ആണ് 300. ജംപ് സൂട്ട് അല്ല, ഡംഗ്രി ഡ്രസ് അല്ല, നോർമൽ ഡ്രസ്സും അല്ല. ഇതാണ് ജസ്റ്റ് ഒരു സ്കേർട്ട്, ഒരു പ്രിട്ടി ആയിട്ടുള്ള ഷോർട്ട് ലെങ്ത്, നീ ലെങ്ത് ആയിട്ടുള്ള ഈ ഒരു നെറ്റിന്റെ നല്ല അത്യാവശ്യം ഇങ്ങനെ പ്രിട്ടി ക്യൂട്ട് ഫീൽ ചെയ്യിപ്പിക്കണ ബാർബി സ്കേർട്ട് ഇട്ട എന്ത് രസം ഗൈസ്. അത് കുറെ കളേഴ്സ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ബ്ലാക്കിന്റെ കൂടെ റെഡ് മുകളിലിടണോ അതോ റെഡിന്റെ കൂടെ. ആക്ച്വലി ഇത് ഓൾറെഡി ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചെന്നതിൽ മുകളിൽ റെഡ് ആൻഡ് താഴത്ത് ബ്ലാക്ക് ആയിരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു റിവേഴ്സ് വെർഷൻ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിന്റെ കൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ നെറ്റിന്റെ പഫി സ്ലീവ് ആയിട്ടുള്ള ക്രോപ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ടോപ്പ് അല്ലെങ്കിൽ വൈറ്റ് ടോപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്കേർട്ട്. അമേസിംഗ് ആണ്. അതിനകത്ത് ഞാൻ മേടിച്ച സൈസ് 30 ആണ്. സ്കേർട്സിൽ എനിക്ക് അല്ലെങ്കിൽ ജീൻസിലായാലും എനിക്ക് 30 ആണ് കൂടുതലും വരാറ്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് കറക്റ്റ് ആയിട്ട് വന്നു. നല്ല രസമുണ്ട് ഗൈസ്. നിങ്ങൾ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ബിക്കോസ് ഇത് അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് കണ്ട. നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ട് തോന്നിക്കണതാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ ബ്ലാക്ക് സ്കേർട്ട് മേടിച്ചിട്ട് അതിന്റെ മുകളിൽ റെഡ് ടോപ്പും കയറി ചെയ്യാൻ. ഞാൻ പറഞ്ഞ ബ്ലാക്ക് സ്കേർട്ട് മേടിച്ചാൽ മതി. അതാവുമ്പോൾ നിങ്ങൾക്ക് പല ടോപ്പുകളുടെ കൂടെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഞാൻ റെഡ് മേടിച്ചതുകൊണ്ട് അതിനകത്ത് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ഇതിൻ്റെ കൂടെ പർപ്പിളൊന്നും ചേരാൻ പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബ്ലാക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഏത് ടോപ്പ് നിങ്ങൾക്ക് ഇടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുക കേട്ടോ. സോ യെസ്, ഇതൊരു നല്ല സംഭവമായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ. ഇതാണ് ജസ്റ്റ് 277. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേർഡ് ആണ് ഈ റെഡ് കളറിന്റെ ജംപ് സൂട്ട്. ഇത് വെറും ഒരു സിമ്പിൾ ആയിട്ടുള്ള ജംപ് സൂട്ട് അല്ല ഗൈസ്. അത് ഒരു സംഭവം ഉണ്ട് കാണിച്ചിട്ട്. അപ്പൊ ഈ ഒരു ജംപ് സൂട്ട് ഫുൾ റെഡ് ആണ്. അതിനകത്ത് വേറെ ഒരു കളർ എന്നുള്ള ഒരു അർത്ഥമില്ല. നല്ല
നല്ല ബ്രൈറ്റ് കളറുടെ റെഡാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതിനകത്ത് വേറെ മറൂൺ വല്ലതും ഉണ്ട് വേണ്ടെന്ന് തോന്നണം കേട്ടോ. ഒരു മറൂൺ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പ്രിഫർ ചെയ്യാം. പക്ഷേ ഈ റെഡ് കാണാൻ തന്നെ എനിക്ക് നല്ല അട്രാക്റ്റീവ് ഇട്ടാ, നല്ല റെഡ് കളർ ലിപ്സ്റ്റിക് കൂടി ഇട്ട ഇത് വേണം. ഓക്കെ, അപ്പൊ ബ്യൂട്ടിഫുൾ പീസാണ്. സോ ഇതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ വേസ്റ്റ് ലൈനിന്റെ ഇവിടെ ഈ ഒരു ഓട്ടയാണ് ഇട്ട. ആൻഡ് ഇതിന്റെ മുകളിലത്തെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചുരുക്കിയും കൊണ്ട് ഇവിടെ ഇങ്ങനെ ചുരുക്ക് ഇതിങ്ങനെ വള്ളി ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ടൈ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു കണ്ട ഇങ്ങനത്തെ ചുരുക്കൽ വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നല്ല ഒരു ബോ കെട്ടിക്കാൻ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിന്റെ ഇങ്ങനെ എൽബോ ലെങ്ത് ആയിട്ടുള്ള പഫി സ്ലീവ്സ് ആണ്, വിച്ച് ലുക്സ് റിയലി ക്യൂട്ട്. നല്ല രസമുണ്ട്. സിബ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. സോ യെസ്, അപ്പൊ ഇത് എനിക്ക് കുറച്ച് ലൂസാണ്. ജംപ് സൂട്ട്സ് എലിഗന്റ് ഫീൽ ആവാനായിട്ട് കുറച്ച് കറക്റ്റ് നമ്മുടെ ഫിറ്റിംഗിൽ ഇരിക്കണമായിരിക്കും ഭംഗി. ആൻഡ് ജംപ് സൂട്ട്സ് കുറച്ച് കൂളായിട്ട് ഫീൽ ആക്കാനാണെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടിരുന്നാലും പ്രശ്നമില്ല. അതാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് ലാർജ് ആയിപ്പോയി. എനിക്ക് ഉറപ്പായിട്ടും സൈസ് ചാർട്ട് എന്നെ പറ്റിച്ചതാണെന്ന് തന്നെ തോന്നണത്. അതെ, സൈസ് ചാർട്ടിൽ കൊടുത്തേക്കണത് ലാർജിലാണ് 38 കിടക്കണം എന്നാണ്. മീഡിയം മേടിച്ചാൽ മതിയായിരുന്നു 36 എൻ്റെ ഓൺ സൈസ്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല, ചില സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. കണ്ട, അതാണ് കുഴപ്പമുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങളുടെ സ്വയം സൈസ് സ്മോൾ ആണെങ്കിൽ മീഡിയം മേടിക്കുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഓർത്ത് മാത്രം വെച്ചാൽ മതി, നമ്പർ നോക്കാൻ പോകണ്ട കേട്ടോ. സോ യെസ്, അപ്പൊ ഇത് ലിക്ര മെറ്റീരിയൽ ആണ്. ആൻഡ് കുറച്ചിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ബനിയൻ ടൈപ്പ് ഓഫ് തുണിയല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കറക്റ്റ് സൈസ് സ്മോൾ മേടിക്കാണ്ടിരുന്നത്. കാരണം ബനിയൻ ആകുമ്പോൾ എനിക്ക് ഒരു പൊടിക്ക് ലൂസ് ആകുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ കംഫർട്ടബിൾ ഫീൽ ആവണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ലൂസ് ആയിപ്പോയി, ലാർജ് ആയപ്പോ. സോ യെസ്, അതർവൈസ് നല്ലതാണ്. ലിക്ര മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു തണക്കണ ഒരു സീൻ ഉണ്ടാവില്ല. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വിന്റർ സീസണിൽ ഇടാൻ പറ്റിയതാണ്. ആൻഡ് നല്ല ഒരു ചിൽഡ് ആയിട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് എലിഗന്റ് ആയിട്ടുള്ള ക്രിസ്മസ് വൈബ് നമുക്ക് ഇത് വെച്ചിട്ട് എൻജോയ് ചെയ്യാം. നല്ല അടിപൊളി ഹീൽസ് ഇടുക, അതിൻ്റെ ഒപ്പം നല്ല ലോങ് ഡാംഗ്ലിംഗ് ആയിട്ടുള്ള ഇയറിംഗ്സ് ഇടുക, കുറച്ച് ഡയമണ്ട് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിരുന്നായിട്ട് അത്ര മാത്രം നിങ്ങൾക്ക് എലിഗന്റ്ലി ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റിയതാണ്. സോ യെസ്, അപ്പോ ഇതിന്റെ റേറ്റ് ആണ് 508.